അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ബഹുമാന്യരായ തങ്ങളവറുകൾ, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മൂന്ന് ദശാബ്ദത്തോളമായി മത വൈജ്ഞാനിക രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ജൈത്രയാത്ര തുടരുന്ന നമ്മുടെ അഭിമാന കേന്ദ്രമായ ദാറുസ്സുന്ന ഇസ്ലാമിക് കേന്ദ്രത്തിൻ്റെ കീഴിൽ നടന്നു വരുന്ന മീലാദ് മുബാറക്ക് 1500-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വണ്ടൂർ ഏരിയ കുടുംബ സംഗമത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499-ാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ദാറുസ്സുന്ന ഇസ്ലാമിക് കേന്ദ്രം വർഷാന്തം നടത്തുന്ന മീലാദാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനത്തിൽ വെച്ച് കഴിഞ്ഞ റബീഉൽ അവ്വൽ അവസാനത്തെ ദിവസത്തിൽ 2024 ഒക്ടോബർ മാസം 4-ാം തീയതി ദാറുസ്സുന്നയുടെയും നമ്മുടെ എല്ലാവരുടെയും സർവസ്വവുമായ അഭിവന്ദ്യരായ ഹുജ്ജത്തുൽ ഉലമ മൗലാന അവറുകൾ പ്രഖ്യാപിച്ച പരിപാടിയാണ് മീലാദ് മുബാറക്ക് 1500-ാം വാർഷികം. കഴിഞ്ഞ റബീഉൽ അവ്വൽ മുതൽ അടുത്ത റബീഉൽ അവ്വൽ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് അന്ന് ദാറുസ്സുന്നയുടെ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചത്. 2024 ഒക്ടോബർ 4-ാം തീയതി ദാറുസ്സുന്നയുടെ തിരുമുറ്റത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒത്തുകൂടിയ ജനങ്ങൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ടവർ ഈ ആഘോഷ പരിപാടികൾ പ്രഖ്യാപിക്കുകയും പ്രധാനമായ അതിൻ്റെ ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൻ്റെ അകത്തുള്ള ഉദ്ദേശങ്ങളും പരിപാടികളും കൂട്ടത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ പരിപാടികൾ ഈ മുബാറക്കായ പരിപാടിയുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ഒക്ടോബർ 29-ാം തീയതി ഈ മീലാദ് മുബാറക്ക് 1500-ാം വാർഷികത്തിൻ്റെ ലോഗോ പ്രകാശനം അഭിവന്ദ്യരായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുകയുണ്ടായി. ഏതാണ്ട് ഒരു മാസത്തോളം ഈ ലോഗോ ഡിസൈനിങ്ങിന് ഒരു മത്സരം തന്നെ സംഘടിപ്പിക്കുകയും ധാരാളം ആളുകൾ ഈ 1500-ാം വാർഷികത്തിൻ്റെ സന്ദേശം വിളിച്ചോതുന്ന ലോഗോ ഡിസൈൻ ചെയ്ത് ദാറുസ്സുന്നയിൽ സമർപ്പിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ലോഗോ ആണ് 2024 ഒക്ടോബർ 29-ന് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഒക്ടോബർ 31-ാം തീയതി
ദാറുസുന്ന എന്ന നമ്മുടെ കേന്ദ്രത്തിലെ വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയ വിവിധ സ്ഥാപനങ്ങളിൽ ഈ കാലയളവിനുള്ളിൽ വിജ്ഞാനം നുകർന്ന ദാറുസുന്നയുടെ സന്തതികളെല്ലാം ഒത്തുചേർന്ന സന്തതി സംഗമം ഒക്ടോബർ 31 ദാറുസുന്നയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സംഗമത്തിൽ വെച്ച് ഈ മീലാദ് മുബാറക്ക് 1500 വാർഷികത്തിൻ്റെ വിശദമായ പദ്ധതികൾ ചർച്ച ചെയ്യുകയും ഒരു വർഷത്തെ ഇതിൻ്റെ പ്രവർത്തന പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്തു. നവംബർ 30 ഔദ്യോഗികമായ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനം സമാരംഭം എന്ന ടൈറ്റിലിൽ ദാറുസുന്നയിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മുതൽക്ക് തന്നെ ഡിസംബർ 1 മുതൽ ഈ ആഘോഷ പരിപാടികളുടെ പ്രോഗ്രാം ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ തിരുചരിതം ആദരവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലയളവിലെ ഈ ലോകത്തെ ജീവിത കാലം നമുക്കറിയാം. ആ 63 വയസ്സിനെ സൂചിപ്പിക്കുന്ന തിരുനബിയുടെ ജീവിത ചരിത്രം 63 ഭാഗങ്ങളായി 63 പ്രഭാഷണങ്ങൾ ഒരു വാരത്തിൽ 2 ദിവസം എന്ന തോതിൽ ബഹുമാന്യനായ ദാറുസുന്നയിലെ മുദർരിസ് പ്രഗൽഭ പണ്ഡിതനും പ്രഭാഷകനുമായ അബ്ദുള്ള വഹബി അരൂർ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സമാരംഭത്തിൻ്റെ തൊട്ടുപിറ്റേന്ന് ഡിസംബർ 1 മുതൽ അത് ദാറുസുന്നയുടെ പേരിൽ തന്നെയുള്ള അസ്സുന്ന യൂട്യൂബ് ചാനലിൽ മുടങ്ങാതെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാഴം, ഞായർ എന്നീ ദിവസങ്ങളിൽ 10-15 മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ആ ചരിത്ര വിവരണം ആധികാരികവും പണ്ഡിതോചിതവുമായി എല്ലാവർക്കും, സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കുമൊക്കെ ഏറെ പഠിക്കാനുള്ള വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുള്ള വഹബി അരൂർ അവർകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വസന്തഹർഷം എന്ന പേരിൽ കവിതയും മാപ്പിളപ്പാട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടത് ഇതുപോലെ തന്നെ അസ്സുന്ന മീഡിയ ചാനലിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു ദിവസത്തിൽ പലതവണ എന്ന തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ പലതിനും മണിക്കൂറുകൾ തന്നെ ഓരോ ദിവസവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ മീലാദ് മുബാറക്കിൻ്റെ ഭാഗമായി നടക്കുന്ന തിരുചരിതം നിർബന്ധമായും കാണാൻ ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് അതിനു വേണ്ടി നമുക്ക് ചെലവഴിക്കാനുള്ളത്. ഇതുവരെ അത് കേൾക്കാത്തവരും കാണാത്തവരുമുണ്ടെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് തുടക്കം മുതൽ തന്നെ അത് കേൾക്കുകയാണെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഏകദേശം ചരിത്രങ്ങളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ പരിപാടി സമാരംഭത്തിന് ശേഷം തൊട്ടുപിറ്റേന്ന് മുതൽ ആരംഭിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ 2025 ഫെബ്രുവരി 22 ഈ മീലാദ് മുബാറക്കിൻ്റെ ഭാഗമായി തിരുനബിയുടെ പ്രായമായ 63 വയസ്സ് പിന്നിട്ട തിരുനബിയുടെ കുടുംബത്തിലെ തിരുനബിയുടെ മക്കളെ, സയ്യിദുമാരെ ആദരിക്കുന്ന പരിപാടിയാണ് നടന്നത്. ദാറുസുന്നയുടെ തിരുമുറ്റത്ത് വളരെ വിശാലമായ പന്തലിൽ
കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുകൂടിയ പ്രായം ചെന്ന സയ്യിദുമാർ വളരെ സന്തോഷത്തോടുകൂടെയും നിറകണ്ണോടുകൂടെയുമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതും ആ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചതും. വന്ന സയ്യിദുമാർക്കെല്ലാം ഏറെ സന്തോഷകരമായ ഈ സാദാത്ത് ആദരം ഫെബ്രുവരി 22 നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഈ കുടുംബ സംഗമം ഇവിടെ നടക്കുന്നത്. ഇന്ന് തന്നെ വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഉത്തരമേഖല കൺവെൻഷൻ മീലാദ് മുബാറക് 1500-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഉത്തരമേഖല കൺവെൻഷൻ നാദാപുരം പൂച്ചാക്കുൽ മജ്ലിസിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അഭിവന്ദ്യരായ നമ്മുടെ ഖാദിയാർ ഹുജ്ജത്തുൽ ഉലമ മൗലാന അവർകൾ ഈ പരിപാടി കഴിഞ്ഞുകൊണ്ട് നേരെ ആ കൺവെൻഷന് വേണ്ടി എന്നും പോവുകയാണ്. നിരന്തരമായി ചുരുക്കത്തിൽ ഈ 1500-ാം വാർഷികത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അടുത്ത മാസം മെയ് മാസം 24-ാം തീയതി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് തീരുമാനിച്ചിട്ടുണ്ട്. വേദങ്ങളിലെ അന്ത്യനബി എന്ന പേരിലുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു സെമിനാർ കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരും ബുദ്ധിജീവികളും ഒക്കെ പങ്കെടുക്കുന്ന ആ പരിപാടി മെയ് 24-ാം തീയതി കോഴിക്കോട്ട് നടക്കും. സാധ്യമാകുന്നവരൊക്കെ അതിൽ സംബന്ധിക്കണം, പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മുടെ ഈ തിരുമധുരം കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ദാറുസുന്നയുടെ മേധാവിയും നമ്മുടെ കണ്ണൂർ സംയുക്ത മഹല്ല് ജമാഅത്തിന്റെ ഖാദിയും നമ്മുടെ എല്ലാം ആത്മീയ പിതാവുമായ അഭിവന്ദ്യരായ ഹുജ്ജത്തുൽ ഉലമ മൗലാന അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനരെ ഈ പരിപാടിയിലേക്ക് സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ കുടുംബ സംഗമത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാനും വണ്ടൂർ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ ബഹുമാന്യനായ പ്രസിഡന്റും മമ്പാട് MES കോളേജ്, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ സാരഥി, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ തുടങ്ങി സാമൂഹ്യ സന്നദ്ധ സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ന്യൂജൻ കുടുംബം, പ്രതീക്ഷയും വെല്ലുവിളികളും എന്നതാണ് നമ്മുടെ ഈ കുടുംബ സംഗമത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് പ്രമുഖരായ 2 വ്യക്തികൾ നീണ്ട 2 മണിക്കൂർ നമ്മോട് സംവദിക്കുകയാണ്. പ്രമുഖ ട്രെയിനറും പ്രമുഖ സൈക്കോ തെറാപ്പിസ്റ്റും ആർട്ട് തെറാപ്പിസ്റ്റുമെല്ലാമായ ബഹുമാന്യനായ സുഹൈൽ ബാബു, അതുപോലെ തന്നെ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും ഫാമിലി ട്രെയിനറുമായ ബഹുമാന്യനായ ഷബീർ റഹ്മാനി പഴമള്ളൂർ, ഇവർ 2 പേരുമാണ് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവരിവിടെ എത്തും. 2 പേരെയും ഈ പരിപാടിയിലേക്ക് സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. മധുര കുടുംബം തിരുമാതൃക എന്ന വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ദാറുസുന്നയുടെ മുദർരിസുമാരായ നമുക്കെല്ലാവർക്കും സുപരിചിതരായ ബഹുമാനപ്പെട്ട യു ജഅഫർ അലി മുഈനി പുല്ലൂർ, അബ്ദുള്ള വഹബി അരൂർ എന്നിവരാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ അവസാനത്തിൽ ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രത്തിലെ മൻഹജ് അസരി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇശൽ വിരുന്ന്, അറബന തുടങ്ങിയ പരിപാടികൾ ഈ തിരുമധുരം കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകും.
ഇൻഷാ അല്ലാഹ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഈ കുടുംബസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും, വേദിയിലുള്ള പ്രമുഖരായ നമ്മുടെ നേതാക്കൾ എല്ലാവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് അഭിവന്യരായ അഡ്വക്കേറ്റ് സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ അവர்களോട് സാദരം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹജ്ജത്തുൽ ഉലമ നജീബ് മൗലവി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أما بعد فيا أيها الإخوة والأخوات أوصيكم عباد الله وإياي بتقوى الله. بسم الله الرحمن الرحيم. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها. الآية. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم: قلب المؤمن حلو يحب الحلوى، أو كما قال رسول الله صلى الله عليه وسلم. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യരായ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അവരുടെ, സ്റ്റേജിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ഈ പരിപാടിയുടെ വിവരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത്തെ മീലാദാണ്. അതായത് ജന്മദിനമാണ്, ജന്മമാസമാണ് അടുത്ത വർഷത്തെ റബീഉൽ അവ്വൽ. പുതിയ ഹിജറാബ്ദത്തിൽ നമ്മൾ പ്രവേശിച്ചാൽ വരുന്ന റബീഉൽ അവ്വൽ. കഴിഞ്ഞ റബീഉൽ അവ്വൽ 1499-ാം മീലാദായിരുന്നു. 1500 ഒരു പ്രധാന സന്ദർഭമാണല്ലോ. ഇത് മനസ്സിലാക്കി ഒരു വർഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് നാം നടത്താറുള്ള തിരുമദ്ഹുകൾ, തിരുനബിയുടെ ദീനിൻ്റെ സന്ദേശം, തിരുനബിയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിതം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിവിധ പരിപാടികളാണ് മീലാദ് മുബാറക്ക് 1500-ാം വാർഷികത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദാറുസ്സുന്ന ഇസ്ലാമിക കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഔദ്യോഗികമായ ഒരു ട്രസ്റ്റാണ് ദാറുസ്സുന്ന എന്ന ആ മഹത്തായ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ദീനീ സ്ഥാപനങ്ങൾ, അറിവിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ വണ്ടൂർ ജാമിഅ വഹബിയയുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അതിൻ്റെ സിലബസുകളും അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും നൽകിക്കൊണ്ടുള്ള
സ്ഥാപനങ്ങളാണ്. ഈ പരിപാടി മേഖലാടിസ്ഥാനത്തിലാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. തിരുമധുരം കുടുംബസംഗമം ഇത് വണ്ടൂർ മേഖലയിലുള്ള ഉമ്മപങ്ങന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഉണർത്തുന്നതിനും അവരിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മ നമ്മുടെ കുടുംബ മേഖലയിൽ ഒട്ടും മായാതെ നിലകൊള്ളുന്നതിനുമുള്ള ഒരു പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു മേഖലകളിലും പരമാവധി ഈ കുടുംബ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമ്മളിവിടെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് പുരുഷ സഹോദരന്മാർ സഹപ്രവർത്തകന്മാരെയാണെങ്കിലും ഇതിൽ ലക്ഷ്യമാക്കുന്നത് പ്രധാനമായും മറക്കപ്പുറത്തുള്ള നമ്മുടെ സഹോദരിമാരെയാണ്, ഉമ്മപങ്ങന്മാരെയാണ്. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഈ വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഇവിടെ ഒരുമിച്ചുകൂടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒത്തുകൂടാൻ അവിടത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തെ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്താനും നമ്മുടെ വ്യക്തിജീവിതം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളുടെ പ്രകാശനമാക്കാനും നമ്മുടെ കുടുംബങ്ങളെല്ലാം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കുടുംബ വ്യവസ്ഥിതിയുടെ നിയന്ത്രണത്തിൻ്റെ വരുതിയിൽ ഒതുങ്ങി നിൽക്കുന്നതിനുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വിശ്വാസി കുടുംബങ്ങൾ ഇവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് നാം. അവരെ കണക്കിലെടുത്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അവിടത്തെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിതങ്ങളുമൊക്കെ പ്രസക്തമാവുകയുള്ളൂ. തിരുമധുരം എന്ന് പറയുന്നത് മധുരങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മധുരമാണ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്തും തിരുവാണ്, ആദരണീയമാണ്. ആദരണീയമായ ആ കൊച്ചുവാക്യം തിരു ചേർത്തുകൊണ്ടാണ് തിരുനബി, തിരുമുടി, ഇങ്ങനെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തിനേയും വിശേഷിപ്പിക്കുന്നു. തിരുചരിത്രം, തിരുജീവിതം എല്ലാം തിരു. മധുരവും അങ്ങനെ തന്നെ. വിശ്വാസികൾക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നിട്ടുള്ളത് മധുരമാണ്. ഏത് രംഗത്തും മധുരം. വിശ്വാസിയുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത് മധുരമാണ്. ഇമാം ബൈഹഖി നിവേദനം ചെയ്ത ഒരു ഹദീസാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖൽബുൽ മുഅ്മിനി ഹുൽവുൻ, വിശ്വാസിയുടെ ഹൃദയം മധുരമയമാണ്. മധുരം നിറഞ്ഞു നിൽക്കുന്നതാണ് വിശ്വാസിയുടെ ഹൃദയം. കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായാലും വിഷമകരമായ പ്രതിസന്ധികൾ നേരിട്ടാലും തീക്ഷണമായ പരീക്ഷണങ്ങളുണ്ടായാലും മറ്റേതു തരത്തിലുള്ള സന്ദർഭങ്ങളിലും ഏതു വേളകളിലും ഏതു ഘട്ടങ്ങളിലും വിശ്വാസിയുടെ വിശ്വാസമുള്ള ഹൃദയം മധുരമാണ്. യുഹിബ്ബുൽ ഹൽവ, അതിൻ്റെ ഭാഗമാണ് മധുരമുള്ളതിന് സ്വീറ്റ്സ് വിശ്വാസിക്ക് ഇഷ്ടമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതമാണ് സ്വീറ്റ്സ്, ഹലുവ. നമ്മൾ സാധാരണ ഹലുവ എന്ന് പറയുന്നുള്ളൂ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് ഹൽവ. ഹലുവക്ക് അറബിൽ പറയുന്ന ശബ്ദമാണ് ഹൽവ. മധുരമുള്ള മിഠായികൾക്കും അറബിൽ പറയുന്നത് ഹൽവിയാത്ത്, ഹൽവ എന്നൊക്കെ തന്നെയാണ്. അപ്പൊ സ്വീറ്റ്സുകൾ ഇഷ്ടമുള്ള ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്.
അത് മധുരത്തെ ഇഷ്ടപ്പെടുന്ന പ്രകൃതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ശരാശരി മനുഷ്യർക്കൊക്കെയും മധുരം ഇഷ്ടമാണ്. കയ്പ് അരോചകമാണ്. കയ്പക്കൻ്റെ കയ്പല്ല, ആട്ടങ്ങൻ്റെ കയ്പ് അത് അരോചകമാണ്. കയ്പക്കൻ്റെ കയ്പ് ലേശമുള്ളൂ, അതുകൊണ്ട് ലേശം ഇഷ്ടപ്പെടും. കയ്പേറിയ അനുഭവം എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു അരോചകമാണല്ലോ. ആ കയ്പല്ല മധുരം. മധുരമാകട്ടെ ശരാശരി രോഗഭ്രഷ്ടമല്ലാത്ത എല്ലാ ഹൃദയങ്ങൾക്കും എല്ലാ മനസ്സുകൾക്കും ഇഷ്ടമാണ്. ആർക്കെങ്കിലും മധുരം ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടമില്ലാതാകുന്നുണ്ടെങ്കിൽ അത് രോഗമനസ്സാണ്, രോഗമുള്ള മനസ്സാണ്. രോഗമുള്ള ശരീരമാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. മധുരം ഇഷ്ടമുണ്ടാവില്ല, മധുരത്തിന് കഴിക്കാനും കഴിയില്ല. ഇഷ്ടമുണ്ടെങ്കിലും കഴിക്കാൻ കഴിയില്ല. പഞ്ചസാരമുള്ള ആൾക്കാർ, ഷുഗറുള്ള ആൾക്കാർ, അവരുടെ ശരീരത്തിൽ തന്നെ എമ്പാടും ഷുഗറുകൾ കിട്ടുന്നതുണ്ട്. അവർക്ക് പുറത്തു നിന്നുള്ള മധുരം കഴിക്കാൻ കഴിയില്ല. അവർ നിർബന്ധിതരാണ് അത് ഒഴിവാക്കുക. എങ്കിലും അവരുടെ മനസ്സിന് ഇഷ്ടമാണ്, മധുരത്തോട് ഇഷ്ടമാണ്. പായസം കിട്ടിയാൽ പിടിക്കണം, ഹലുവ കണ്ടാൽ തിന്നണം, മിഠായി കണ്ടാൽ ആവണം, ലഡു കിട്ടിയാൽ തിന്നണം. ഇത് പ്രമേഹ രോഗികൾക്കും ഇഷ്ടമാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മനസ്സിന് നൽകുന്ന മധുരത്തോടുള്ള ഒരു ഇഷ്ടമാണ്. ആ മധുരത്തോടുള്ള ഇഷ്ടം ഈമാനിൻ്റെ ഭാഗമാണ്. അത് പ്രകൃതിപരമായ ആ ഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയാണ്, വിശ്വാസിയുടെ ഹൃദയം മധുരമയമാണ്, ഏത് സമയത്തും മധുരമാണ്. കുടുംബത്തിലും അങ്ങനെ തന്നെ. കുടുംബജീവിതവും മധുരമയമായിരിക്കണം, മധുരം നിറഞ്ഞതായിരിക്കണം. കയ്പേറിയ കുടുംബജീവിതമല്ല, കയ്പ് രസമുള്ള കുടുംബജീവിതമല്ല. ജീവിതാനുഭവങ്ങളൊക്കെയും മധുരതരമാകണം എന്നു തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. ശരാശരി മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കൂടുമ്പോൾ ഇമ്പം എന്ന് പറയുന്ന ഭാഗമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഒക്കെ പറയുന്നൊരു വാക്കാണ്. മലയാളത്തിൽ അങ്ങനെ ജനിച്ചോന്നല്ലെങ്കിലും വേഗം പറയാം അങ്ങനെ. കൂടുമ്പോൾ ഇമ്പം. ഇൻസാൻ എന്ന ശബ്ദം മനുഷ്യനെ കുറിക്കുന്ന ശബ്ദമാണ് അറബിൽ. ഇൻസാൻ മനുഷ്യൻ എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദം. ആ ഇൻസാൻ എന്ന പദം ഉൻസ്, കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക എന്ന ആ ആശയത്തിന് പിറവി കൊണ്ടതാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളവരാണ് മനുഷ്യരൊക്കെ. ഒറ്റക്കിരിക്കുമ്പോൾ വിരക്തി, ഒന്നിച്ചാകുമ്പോൾ വിരക്തി, തനിച്ചാകുമ്പോൾ വിരക്തി, വെറുപ്പ്. ഭാര്യ മരണപ്പെട്ടിട്ട് ഭർത്താവോ, ഭർത്താവ് മരണപ്പെട്ടിട്ട് ഭാര്യയോ ഏകാന്ത ജീവിതമാണെങ്കിൽ, മറ്റൊന്നും അവർക്ക് കൂട്ടിനില്ലെങ്കിൽ എന്തായിരിക്കും ദുരനുഭവം? ഈ ഒറ്റപ്പെട്ട അനുഭവത്തിനാണ് വഹ്ശത്ത് എന്ന് പറയുന്നത്. ഈ വഹ്ശത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉൻസ്, കൂടുമ്പോൾ ഇമ്പം, ഈ ഇമ്പമുണ്ടാകുന്ന പ്രകൃതമാണ് മനുഷ്യനുള്ളത്. അങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രകൃതി. അപ്പോൾ കുടുംബജീവിതം എങ്ങനെ ഇമ്പമുള്ളതാകുന്നുവോ അതുപോലെ തന്നെ മനുഷ്യ സമൂഹവും മൊത്തം കൂടുമ്പോൾ ഇമ്പമുള്ളവരാണ്. കൂട്ടം കൂടുമ്പോൾ, ഇപ്പം നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ അതെന്തൊരു രസമാണ്. ഒറ്റയ്ക്കിരിക്കണമായില്ലല്ലോ. ഇനി ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കണ്ടേ, കൂടുതൽ ആളുകൾ എവിടെയായിരിക്കണമെന്ന് വെച്ചാൽ അവിടെയായിരിക്കും. കുറഞ്ഞ ആളുകളുള്ളിടത്തേക്ക് ആരും പോകില്ല. ആ കൂടുതലുള്ളിടത്ത് വീണ്ടും 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 കൂടി വർദ്ധിപ്പിക്കാനാണ് ആളുകൾ നോക്കുക. ഈ കൂടുമ്പോഴുള്ള ആ കൂട്ടുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഈ കുടുംബ സമയത്തുണ്ടാകുന്ന ഇമ്പത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലാഹു മനുഷ്യന് ഏകിയിട്ടുള്ള, മനുഷ്യനിൽ രൂഢമൂലമാക്കിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു നിലപാടാണ് കുടുംബം. മനുഷ്യനല്ലാത്ത മൃഗങ്ങൾക്കൊന്നും അങ്ങനെ പറയാൻ പറ്റൂല. കുടുംബം കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അവരും മനുഷ്യരെ പോലെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞാൽ ഭോഗമാണ്, ഭോഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിന് വ്യവസ്ഥയില്ല. അതിന് വ്യവസ്ഥയോ നിയന്ത്രണമോ ഒന്നുമില്ല. കുടുംബവുമില്ല. കുടുംബമില്ലെന്ന് നമുക്ക് പറയാം. പ്രത്യേകമായ ഇണയില്ലല്ലോ അവർ. താൽക്കാലികമായ ഇണകളല്ലാതെ പ്രത്യേകമായ ഇണകളില്ല. മനുഷ്യനങ്ങനെയല്ല. പ്രത്യേക ഇണകളായാണ് മനുഷ്യൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എല്ലാ ബന്ധങ്ങളെയും ഇല്ലാതാക്കുകയും മനുഷ്യൻ്റെ സകലവിധ ബന്ധങ്ങളും ബന്ധനങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥിതികൾ, അത്തരം മിസങ്ങൾ, അത്തരം ചിന്താധാരകൾ, അത്തരത്തിലുള്ള ചിന്തകളാണ് ലോകത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം.
താൻ ഒറ്റയ്ക്ക്, തൻ്റെ മേലിൽ ആർക്കും നിയന്ത്രണമില്ല, തനിക്ക് സ്വാതന്ത്ര്യം, തന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല. ഈ രീതിയിലുള്ള ചിന്താഗതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇടങ്ങളിലും ഇത് കൂടി വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ പഠനത്തിൻ്റെ തന്നെ നല്ലൊരു ഭാഗം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ലഹരിയുടെ ഏറ്റവും കടുത്ത തീക്ഷണമായ ദുരനുഭവങ്ങൾ. ഈ ലഹരിയുടെ ദുരനുഭവങ്ങൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം വാസ്തവത്തിൽ മനുഷ്യന്റെ ഇന്നത്തെ ആർക്കും ആരുടെ മേലും നിയന്ത്രണമില്ല, ആരും ആരെയും നിയന്ത്രിക്കേണ്ടതില്ല. തനിക്ക് തന്നെ ഞാൻ തന്നെ, എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കാൻ, സ്വന്തം കാര്യം സ്വന്തമാണ് തീരുമാനിക്കാൻ. ഉമ്മയോ ബാപ്പയോ അല്ല, ഉമ്മായും ബാപ്പായും പറയുന്നത് പോലെയല്ല നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് എന്ന ഈ ഒരു ചിന്ത അത്യാവശ്യം മുതിർന്ന കുട്ടികൾക്കൊക്കെയും അവരുടെ തലങ്ങളിൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരേതു തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നൽകപ്പെട്ട് എല്ലാവിധ ബന്ധങ്ങളെയും ഇല്ലാതാക്കുകയും സ്വന്തം ഓരോരുത്തരും ഫ്രീ ആയി വളരെ സ്വതന്ത്രമായി അവനവന്റെ കാര്യങ്ങൾക്ക് അവനവൻ തന്നെ, തൻ്റെ കാര്യം നോക്കാൻ മറ്റാരും ഉണ്ടാകില്ല, മറ്റുള്ളവരെല്ലാം സ്വാർത്ഥപരമായി ഓരോരുത്തരും അവനവന്റെ കാര്യം ചിന്തിക്കുന്നവരാണ് എന്ന രീതിയിലുള്ള അധ്യാപനങ്ങളാണ്, ഈ രീതിയിലുള്ള അധ്യായങ്ങളാണ് എല്ലായിടത്തും നൽകപ്പെടുന്നത്, എല്ലാ പഠനങ്ങളിലും. അതിൻ്റെ ദുരനുഭവം മടുത്തുപോയ മനുഷ്യൻ, പ്രയാസപ്പെട്ടു പോകുന്ന മനുഷ്യൻ മനസ്സിലുള്ളതൊന്നും മറ്റാരോടെങ്കിലും പറഞ്ഞുകൊണ്ട് പരിഹാരം കാണാനോ ഏതെങ്കിലും തരത്തിൽ പങ്കുവെച്ചുകൊണ്ട് ആ പങ്കുവെക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്തോഷം നേടാനോ പറ്റാത്ത ഒരു ദുരവസ്ഥയിൽ ഒറ്റപ്പെട്ട് ഓരോരുത്തരും ഒറ്റക്കൊരു ലോകമായി നിൽക്കുന്നതിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും ഈ തരത്തിലുള്ള മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്ന, വിവേകം നശിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിലും ചെന്നെത്തുന്നത്. പിന്നെ കാലക്രമേണ കാലത്തിന്റെ പരിഷ്കാരത്തിന് ലഭ്യതയുടെ നിലപാടിനും അനുസരിച്ചുകൊണ്ട് സൗകര്യങ്ങൾ കൂടുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലങ്ങൾ കണ്ടെത്തും. ഇപ്പൊ രാസലഹരികളാണ് ഇപ്പൊ സാധാരണ, കാലത്തിനനുസരിച്ച് അങ്ങനെയാണല്ലോ സൗകര്യമുള്ള രീതിയിൽ. വളരെ വ്യാപകമായ രീതിയിൽ സമൂഹത്തിൽ ഇതങ്ങേയറ്റം വേരോടിക്കഴിഞ്ഞ് അതില്ലാതാക്കാൻ ഇനി എന്താണ് ചെയ്യുക എന്ന് സർക്കാർ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് സർക്കാർ തലത്തിൽ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടി, ചെറിയ നടപടികളൊന്നുമല്ല. മേഖലാതലത്തിലും ജില്ലാതലത്തിലും മറ്റെല്ലാ തലങ്ങളിലും അതിനുവേണ്ട സൗകര്യങ്ങൾ പ്രത്യേകം ഒരുക്കിക്കൊണ്ട് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നവരെയോ വിൽക്കുന്നവരെയോ വെക്കുന്നവരെയോ ഒക്കെ എപ്പോഴും ബന്ധപ്പെട്ടവർക്ക് അറിയിക്കാൻ പറ്റുന്ന ഫോൺ നമ്പറുകളൊക്കെ നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ സർക്കാർ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റെല്ലാ വിഭാഗങ്ങളും ഇതോട് ചേർന്ന് നിൽക്കുന്നു, ആരും പുറംതിരിഞ്ഞു നിൽക്കുന്നൊന്നുമില്ല. എല്ലാവരും ഇത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്ന് കാണുന്ന ലഹരി പദാർത്ഥങ്ങളെ പിടിക്കാനോ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവരെയോ മയക്കുമരുന്നിന്റെ മാഫിയകളെയോ കണ്ടെത്തിക്കൊണ്ട് ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനോ സാധിക്കുമെന്നതല്ലാതെ ഇതിന്റെ കാരണങ്ങൾ ഇത് സമൂഹത്തിൽ വ്യാപകമാകാനും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇത് ഉപയോഗിക്കുന്നതിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ വരെ നിരന്തരമായി ഇത് ഉപയോഗിക്കുന്നതിലേക്ക് നമ്മുടെ മക്കൾ ഇവ ഉപയോഗിക്കുന്നതിലേക്ക് നയിക്കുന്ന വികാരങ്ങൾ എന്താണ്, ചിന്ത എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനോ വാസ്തവത്തിൽ ആരും മെനക്കെടുന്നില്ല. അതിനുവേണ്ട ഉദ്ബോധനങ്ങൾക്ക് ചാൻസ് ഇല്ല, വഴിയില്ല. ആരാരെയാണ് ഉപദേശിക്കുന്നത്? ആരും ആരെ ഉപദേശിക്കണ്ട എന്നാണ് നമ്മൾ പഠിപ്പിച്ചു വരുന്നത്. മതാധ്യാപകന്മാരും പണ്ഡിതന്മാരും പറയേണ്ട, ഉറുദി പറയേണ്ട, വഴന്ന് കേൾക്കേണ്ട. അധ്യാപകന്മാർ മക്കളെ ഉപദേശിക്കേണ്ട, ശിക്ഷണം കൊണ്ട് നടപടികൾ കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതില്ല. സ്വന്തമായി ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കാൻ അവനെ തന്നെ പോന്നവനാണ് എന്നതല്ല. ഇത് വല്ലാത്തൊരു നിലയാണ്. നമ്മൾ സാധാരണ ഓതുന്ന ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിൽ ആദ്യമായി അവതരിച്ചത് ഈ സൂറത്തിന്റെ ആദ്യ വചനങ്ങളാണ്. 5 സൂക്തങ്ങൾ.
അതിന്റെ തുടർഭാഗങ്ങൾ കല്ലാ ഇന്നൽ ഇൻസാന ലയതുഗാ, തുഗയാനായി മാറും മനുഷ്യൻ തുഗയാനായി മാറും. മനുഷ്യന്മാർ അതിക്രമികളായി മാറും, പിശാചുക്കളായി മാറും. തുഗയാൻ എന്ന് പറയുന്നത് പിശാചിന്റെ പേരാണ്. താഗൂത്ത് എന്ന് പിശാചിന്റെ പേരാണ്, തുഗയാൻ എന്ന് പിശാചിന്റെ പേരാണ്. മനുഷ്യന്മാർ പിശാചുക്കളായി മാറും. പിശാചുക്കളായി മാറുന്നത് എന്തുകൊണ്ടാണ്? അർറആഹുസ്തഗ്ന, തന്നെ താൻ കണ്ടതുകൊണ്ട്, തന്നെ താൻ മനസ്സിലാക്കുന്നത് കൊണ്ട്. ഇസ്തഗ്ന, തനിക്ക് താൻ മതി എന്ന്, തനിക്കു താൻ തന്നെ മതി, മറ്റാരും എനിക്ക് വേണ്ട. ഉമ്മ വേണ്ട, ബാപ്പ വേണ്ട, ഗുരു വേണ്ട, നാട്ടുകാർ വേണ്ട, അധ്യാപകന്മാർ വേണ്ട, ഉപദേശകന്മാരാരും വേണ്ട, മുതിർന്നവർ വേണ്ട, വയസ്സന്മാർ വേണ്ട, ആരെയും ഉപദേശിക്കേണ്ട. തനിക്ക് താൻ തന്നെ മതി, ഓരോരുത്തരും താൻ തന്നെ മതി, തനിക്കു താൻ തന്നെ മതി എന്ന ചിന്തയാണ്, ആ മനനമാണ് വാസ്തവത്തിൽ മനുഷ്യനെ പിശാചാക്കി മാറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ തലത്തിലാണ് നമ്മുടെ മക്കളിൽ പിശാചുകൾ വളർന്നു വരുന്നത്, നമ്മുടെ വീടുകളിൽ പിശാചുകൾ വളർന്നു വരുന്നത്, നാം അറിയാതെ നമ്മുടെ കുടുംബങ്ങളിൽ പിശാചുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ തിരുമുത്ത മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങൾ, അള്ളാഹു നൽകുന്ന വിദ്യകളും അള്ളാഹു നൽകുന്ന അറിവുകളുമാണല്ലോ തിരുനബി നൽകുന്നത്. നമ്മൾ വിശ്വാസികളാണ്. എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസികളെന്ന നിലക്ക് മറ്റാരെങ്കിലും നൽകുന്ന പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹുവും റസൂലും നൽകിയിട്ടുണ്ട്. ബാക്കി നമ്മൾ പഠിക്കുന്നത് സ്കൂൾ തലത്തിൽ പഠിക്കുന്നതാവട്ടെ, പൊതുവിദ്യാഭ്യാസത്തിൽ നേടുന്നതാവട്ടെ, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഫലമായുണ്ടാകുന്ന ഉത്ബോധനങ്ങളിലോ അല്ലെങ്കിൽ ക്യാമ്പയിനുകളിലോ പ്രചാരണങ്ങളിലോ നമ്മൾ നേടുന്നതാകട്ടെ, അതൊക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ട ഉപദേശങ്ങളും ഇവിടെ ജീവിക്കാൻ വേണ്ട കാര്യങ്ങളുമാണ്. നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം, സാക്ഷാൽ ജീവിതം പരലോകത്തെ ജീവിതമാണല്ലോ. ആ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട മനുഷ്യർക്ക് പരലോകത്തെ നന്മ കിട്ടാൻ വേണ്ടത്, പരലോകത്തെ കോട്ടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടത് എന്താണോ, അതിന്റെ ഒരു ചെറിയ അംശവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, വിശുദ്ധ ഖുർആനും ഒഴിവാക്കിയിട്ടില്ല. അത്ര നല്ല പാഠങ്ങൾ വിശുദ്ധ ഖുർആനും മറ്റും നൽകുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നൽകുന്ന കുടുംബ പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് കുടുംബം? നന്ന ചുരുങ്ങിയ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞതിന് തന്നെ ഒരർത്ഥം ഭാര്യ, ഇണാന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. കുടുംബത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുടുംബസമേതം വരണം എന്ന് പറഞ്ഞാൽ ഭാര്യനെ കൂട്ടി വരണം എന്ന് തന്നെ നമ്മൾ അർത്ഥം. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഭാര്യ എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യാഭർത്താക്കളിൽ നിന്നാണ് കുടുംബം ഉണ്ടാകുന്നത്. ഈ കുടുംബം എങ്ങനെയാണ് ഉരുവപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആന്റെ നസ്വായ പ്രഖ്യാപനം, വ്യക്തമായ പ്രഖ്യാപനം, അത് നിഷേധിച്ചാൽ ആള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ മനുഷ്യരാകമാനം, മനുഷ്യർ എത്ര കോടി ഉണ്ടാവട്ടെ, എവിടെയുള്ളവരാകട്ടെ, ഏതു ഭാഷക്കാരാവട്ടെ, ആരാവട്ടെ, മനുഷ്യകുലത്തെ മൊത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ജഡത്തിൽ നിന്നാണ്, ഒരൊറ്റ ശരീരം. അത് അല്ലാഹു നേരിട്ട് സൃഷ്ടിച്ചതാണ്. അല്ലാഹു നേരിട്ട് സൃഷ്ടിച്ച ഒരൊറ്റ ജഡത്തിൽ നിന്ന്. ആ ജഡമാകട്ടെ ഈ ഭൂമിയുടെ മുഖത്തിന്റെ, ഭൂമിയുടെ വക്ഷസിന്റെ എല്ലാ തലങ്ങളുള്ള മൺതരികളും ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഒത്തുകൂടി ആ മൺതരികളിൽ നിന്ന് പ്രത്യേകം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം കുഴച്ചുണ്ടാക്കപ്പെട്ട, പിന്നീട് വാസന വന്ന് ദുർഗന്ധം വമിക്കുന്ന തരത്തിൽ വന്ന ചേറുമണ്ണ്, കളിമണ്ണില്ലേ, പാടൊക്കെ ഒന്നായിട്ട് നാശായാല് കൂട്ടിന്നൊക്കെ നിലയിൽ വന്നാൽ, ഒന്നായിട്ട് ഉഴുതുന്ന നിലയിൽ വന്നാൽ ഉണ്ടാകുന്ന ചേറുമണ്ണ്, ആ ചേറുമണ്ണായി കഴിഞ്ഞ ശേഷം, അങ്ങനെ തന്നെ കിടന്ന ശേഷമുള്ളതിൽ നിന്നാണ് മനുഷ്യ മക്കളുടെ ആദ്യ ഭാഗം, അതായത് നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഇത് അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സിൽ നിന്ന്. വജഅല മിൻഹാ സൗജഹാ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒന്നും അല്ല അല്ലാഹു പഠിപ്പിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ശാസ്ത്രകാരന്മാർ നൽകുന്ന വിവരങ്ങളല്ല അല്ലാഹു തആല നൽകുന്നത്. ഒരു ശാസ്ത്രവും അംഗീകരിക്കാത്തതാണ്.
നിലവിലിരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തവും അംഗീകരിക്കാത്ത പാഠമാണ് വേദം നൽകുന്നത്. ഇത് ഖുർആൻ നൽകുന്നത് മാത്രമല്ല, ലോകത്തെ ബഹുഭൂരിപക്ഷവും വേദക്കാരാണ്, വേദം വിശ്വസിക്കുന്നവരാണ്. ഇന്ന് ജനങ്ങൾ മതാടിസ്ഥാനത്തിൽ വിഭജിച്ചാൽ ഒന്നാമത് വളരെ കൂടുതലുള്ള കൂട്ടരാരാണ്? ക്രിസ്ത്യാനികൾ. അവർ വേദക്കാരാണ്, ഇഞ്ചീലിന്റെ വേദക്കാരാണ്. അതിനു മുൻപ് കുറച്ചുള്ളെങ്കിലും വംശീയമായി നിൽക്കുന്ന കൂട്ടരാണെങ്കിലും ജൂതന്മാർ എന്നൊരു കൂട്ടരും വേദക്കാരും. ജൂത ക്രിസ്തീയ വിഭാഗവും മുസ്ലിമീങ്ങളും എന്ന ഈ 3 വിഭാഗവും കൂട്ടി ചേർത്താൽ പിന്നെ അവരെ വെല്ലാൻ മനുഷ്യകുലത്തിൽ മറ്റാരാളുള്ളത്? ന്യൂനാൽന്യൂനപക്ഷം. ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും, ഈ 3 കൂട്ടരും കൂടി കൂടിയാൽ പിന്നീടുള്ള ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം മാത്രമേ ഏത് ശാസ്ത്രവും നൽകുന്ന ആശയങ്ങൾ മനുഷ്യ ചരിത്രത്തെ സംബന്ധിച്ച് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങൂ. വേദക്കാരും വിഴുങ്ങൂല, ക്രിസ്ത്യാനികൾ വിഴുങ്ങൂല, ജൂതന്മാർ വിഴുങ്ങൂല, മുസ്ലിമീങ്ങൾ വിഴുങ്ങൂല. നമ്മൾ എങ്ങനെ പഠിച്ചാലും മനുഷ്യകുലത്തിൽ ആദ്യം പറഞ്ഞ് ആദം നബിയാണെന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ പോവൂ. എന്താ പോവാത്തത്? അള്ളാഹു നൽകിയ പാഠമാണത്, അള്ളാഹു നൽകിയ വിവരമാണത്. ആ നഫ്സിൽ നിന്ന്, അതായത് ആദം നബി അലൈഹിസ്സലാമിന്റെ തിരു ശരീരത്തിൽ നിന്ന് ആദമിന്റെ ഇണയെയും അള്ളാഹു തആല ആദമിൽ നിന്നും തന്നെയാക്കി. ആദം നബിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ അള്ളാഹു തആല ഇണയെ സൃഷ്ടിക്കുന്നു. അതാണ് ഹവ്വ. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ചരിത്രം വിവരിക്കുന്നതും ഹദീസുകളിൽ പൂർവ്വവേദക്കാരുടെ വിവരണവും വെച്ച് നോക്കിയാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാഗത്തെ വാരിയെല്ല് എടുത്തിട്ട് ആ വാരിയെല്ലിനെ ആധാരമാക്കിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്തിനാണ് ഇങ്ങനെ ശരീരത്തിൽ സൃഷ്ടിച്ചത്? രണ്ടാളും ഒപ്പം സൃഷ്ടിച്ചുടേനോ? രണ്ടാളും മണ്ണിൽ നിന്ന് ഒപ്പം സൃഷ്ടിച്ചുകൂടെ? അങ്ങനെയല്ല അവർ സൃഷ്ടിച്ചത്. എന്തിനാണ് ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യ മനുഷ്യനിൽ നിന്ന് തന്റെ ഇണയെ സൃഷ്ടിക്കുന്നത്? ലിയസ്കുന ഇലൈഹാ. ഈ ആദം എന്ന പുരുഷൻ ഈ പെണ്ണിലേക്ക് ചേർന്നുകൊണ്ട് ശാന്തമാകാൻ, സായുജ്യമടയാൻ, സന്തോഷമുണ്ടാകാൻ, അവർക്ക് കൂട്ടുജീവിതം കിട്ടാൻ, കൂടുമ്പോഴുള്ള ഇമ്പം കിട്ടാൻ, അവർക്ക് ഇമ്പം കിട്ടാനാണ്. തമ്മിൽ ഇമ്പം കിട്ടാൻ, ആണിനും പെണ്ണിനും തമ്മിൽ ഇമ്പം കിട്ടാനാണ് പുരുഷനിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ കുടുംബത്തിന്റെ അടിത്തറ ആണാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ആരെതിർത്താലും, ഏത് ലോകം എതിർത്താലും, ഏതെല്ലാം പുതിയ തരത്തിലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ തിയറികളോ അതിനെതിർത്താലും ആദ്യത്തെ സൃഷ്ടി മനുഷ്യരിൽ ആദം നബി അലൈഹിസ്സലാം എന്ന പുരുഷനാണ്. ആ പുരുഷന്റെ ഭാഗമായി, പുരുഷന്റെ ശരീരത്തിന്റെ ഭാഗമായി ഈ പുരുഷനുമായി ഇണക്കം കിട്ടാനും സന്തോഷം കിട്ടാനും അവർക്കിങ്ങോട്ട് കിട്ടാനല്ല, പെണ്ണിനെ കൊണ്ട് ലിയസ്കുന ഇലൈഹാ, പെണ്ണിലേക്ക് ചെന്നിട്ട് ആണ് സന്തോഷം പ്രാപിക്കാൻ. പുറത്ത് ജീവിക്കുന്ന ആണ്, ക്ലിഷ്ട പ്രസൂത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ്, കുടുംബത്തെ നയിക്കാൻ ദണ്ഡിച്ചുകൊണ്ടിരിക്കുന്ന ആണ്, കരുകരുത്ത പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്, ഏറ്റവും കടുത്ത ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്, കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള്, അധികവും ബഹുഭൂരിപക്ഷവും ആണാണ്. ഈ ആണുങ്ങൾ അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്നും, ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർക്കൊരൽപ്പം ശാന്തി കിട്ടാൻ, അവർക്കൊരൽപ്പം അടക്കം കിട്ടാൻ, അവർക്കൊരൽപ്പം സന്തോഷം കിട്ടാൻ അവരുടെ ഇണയെ പ്രാപിച്ചേ പറ്റൂ, അവരുടെ ഇണയെ അടുത്തുപോയേ പറ്റൂ. ഏത് വമ്പന്മാരുടെ ചരിത്രം പരിശോധിച്ചാലും ആ വമ്പന്മാർക്ക് സന്തോഷം നൽകുന്ന അവരുടെ ഇണകളാണ് ആ വമ്പന്മാരെ ഹീറോകളാക്കിയത്. അതില്ലായിരുന്നെങ്കിൽ ഒരു സന്തോഷവും ഒരു പുരുഷനും കിട്ടൂല. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നു, ഇത് കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു വഴിക്ക് പോകുന്നു, നിങ്ങൾ വേറൊരു വഴിക്ക് പോകുന്നു, നമ്മളൊക്കെ നമ്മുടെ പാടിലേക്ക് തിരിഞ്ഞു. ഇത് കഴിഞ്ഞ അവസാനം രാത്രിയിൽ നമ്മുടെ ഇണയെ പ്രാപിക്കുകയും വീട്ടിലെത്തുകയും വീട്ടിലെ സഹധർമ്മിണിയെ കണ്ടുമുട്ടുകയും ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റൊരു സുഖവുമില്ലെങ്കിലും ശരി, ആ ഇണയെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അവരുടെ കൂടെ നിൽക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അവർ ഒരുക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് നമ്മളെ പിറ്റേന്ന് വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പ്രചോദിതരാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും. ഇത് അല്ലാഹു തആലാന്റെ വ്യവസ്ഥിതിയാണ്. പുരുഷന്മാർക്ക് സന്തോഷം കിട്ടാൻ, പുരുഷന്മാർക്ക് റാഹത്ത് കിട്ടാൻ, പുരുഷന്മാരെ പുരുഷന്മാരാക്കി നിലനിർത്താൻ, അവരുടെ സിദ്ധികളെയൊക്കെ ഉപയോഗപ്പെടുത്താനും അവരുടെ കായിക ബലങ്ങളെയൊക്കെ അതിന് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനും അവരുടെ പെണ്ണിണകൾ, അവരുടെ ഇഷ്ടതാരങ്ങൾ അവരുടെ ഒപ്പം നിന്നെങ്കിലേ പറ്റുള്ളൂ. വീട്ടിലെ ജീവിതം റാഹത്തില്ലെങ്കിൽ ആകെ നരക ജീവിതമാണ്.
രാവും പകലൊക്കെ പണിയെടുക്കണ എല്ലാവരുടെയും സ്ഥിതി അതാണ്. ബുദ്ധി കൊണ്ട് പണിയെടുക്കുന്ന എല്ലാവരും സ്ഥിതി അതാണ്. ബുദ്ധി കൊണ്ട് ജീവിക്കുക. ബുദ്ധിജീവികൾ നമ്മൾ പറയാറുണ്ടല്ലോ, ബുദ്ധിയുള്ള ജീവി എന്നാണ്. നമ്മളെല്ലാവരും ബുദ്ധിജീവിയാണ്. ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരെയാണ് നമ്മൾ ബുദ്ധിജീവി എന്ന് പറയുന്നത്. ബുദ്ധിൻ്റെ കൊണ്ട് ജീവിക്കുന്നവർ, ജീവിതം ബുദ്ധിയാണ് അവരുടെ, ബുദ്ധി ഉപയോഗപ്പെടുത്തി. അങ്ങനെ ജീവിക്കുന്ന ബുദ്ധിജീവികളെല്ലാം അവരുടെ ബുദ്ധിക്ക് ഒരൽപ്പം ആശ്വാസവും സന്തോഷവും പിറ്റേനാളത്തേക്ക് അത് സജ്ജമായി വീണ്ടും പുനഃസജ്ജീകരിക്കണമെങ്കിൽ ഇണകളെ കിട്ടാതെ പറ്റില്ല, ഇണകളെ പ്രാപിക്കാതെ പറ്റില്ല, ഇണകളുടെ സന്തോഷം കിട്ടാതെ പറ്റില്ല, ഇണകളെ ആഹ്ലാദിപ്പിക്കാതെ പറ്റില്ല. ഇതാണ് കുടുംബജീവിതത്തിന്റെ അസ്ഥിവാരം. പിന്നെ ഇവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഖുർആൻ പറഞ്ഞ മാതിരി ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫ, ഈ ആണും പെണ്ണും തമ്മിൽ കണ്ടു, സന്തോഷം തോന്നി, രണ്ടുപേരും തമ്മിൽ രണ്ടുപേരും തമ്മിൽ പുണർന്ന് അവർ തമ്മിൽ ഒന്നിച്ച് സന്തോഷിച്ചപ്പോൾ ഫലമ്മാ തഗശാഹ, പുരുഷൻ പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പുണർന്ന് ആവരണം ചെയ്തപ്പോൾ, പൊതിഞ്ഞപ്പോൾ എന്നാ ഖുർആൻ പറയുന്ന ഭാഷ. അതായത് സംഭോഗം ചെയ്യുന്നതിന് ഖുർആൻ പറയുന്നത് ഫലമ്മാ തഗശാഹ ഹമലത് ഹംലൻ ഖഫീഫ, ഈ ആണിൽ നിന്ന് കിട്ടിയ ആ അംശം കൊണ്ട് ആ പെണ്ണ് ഗർഭവതിയായി. ഒന്നാമത്തെ പെണ്ണ് ഗർഭവതിയായി, ഒന്നാമത്തെ ഗർഭം, പ്രഥമമായ ഗർഭം. ഹമലത്ത് ഹമലൻ ഖഫീഫ, വളരെ ലഘുവായിട്ടാണ് ഗർഭം വന്നത്. ഒരു ശുക്ലത്തുള്ളിയല്ലേ വരുന്നുള്ളൂ, ആ ശുക്ലത്തുള്ളിയല്ലേ ബീജങ്ങളിലേ വരുന്നുള്ളൂ, അണ്ഡവുമായി ചേർന്നുകൊണ്ട് ഭ്രൂണമല്ലേ ആകുന്നുള്ളൂ. അത് വളരെ ലഘുവാണ്. ആ ലഘുവായ ഹംല് അങ്ങനെ വന്ന് 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 അത് വളർന്നപ്പോ ഭാരം ഗർഭം വന്ന് പെണ്ണിനിക്ക് ഭാരം കൂടിയപ്പോ രണ്ടുപേരും പറഞ്ഞു, നല്ല ഒരു കുട്ടിയാക്കിയിട്ട് ഇതിനെ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ആണും പെണ്ണും പ്രാർത്ഥിച്ചു. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ച ഈ ആണും പെണ്ണിനെയും അള്ള പരിചയപ്പെടുന്നത് പ്രഥമമായ ബന്ധത്തിൽ അവർക്കുണ്ടായ ഗർഭത്തിന്റെ അവസ്ഥയിൽ തന്നെ അള്ള പരിചയപ്പെടുത്തുന്നത് ആ പെണ്ണ് പ്രസവിച്ചപ്പോഴോ ജഅലാലഹു ഫലമ്മാ ആതാഹുമാ സ്വാലിഹൻ ജഅലാലഹു ശുറകാഅ ഫീമാ ആതാഹുമാ, അള്ളാഹു നൽകിയ കുട്ടിക്ക് നാമകരണം ചെയ്യുന്നിടത്ത് തന്നെ അവർ യജമാനനായ റബ്ബിനെ പ്രതീക്ഷിച്ചില്ല, റബ്ബിനോട് ചോദിച്ചില്ല, എന്താണ് നാമകരണം ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചില്ല, തിടുക്കം കാട്ടി. ആ തിടുക്കപ്രകാരം അവർക്ക് പിറന്ന കുഞ്ഞിന് പേരിടാൻ അവർക്ക് ദുർബോധനം നൽകിയ, പിശാച്ച് ദുർബോധനം നൽകിയ പേര് അവരിട്ടു. അബ്ദുൽ ഹാരിസ് എന്നവർ പേരിട്ടു. ഇത് ചിന്തിച്ചില്ല. അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ടു. തഫ്സീർ, ഈ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെയാണ്, അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ട എന്താന്നല്ല, ഹാരിസ് എന്ന് പറയുന്നത് ഈ പിശാച്ചിന്റെ പേരാ, പിശാച്ചിന്റെ ദാസൻ എന്നാണ് പ്രഥമമായി അള്ളാഹു കനിഞ്ഞേകിയ കുഞ്ഞിന് ഇവർ രണ്ടുപേരും പേരിട്ടത്. ഇപ്പോൾ ഒന്നാമത് വരുന്ന കുഞ്ഞ് വരുമ്പോഴേക്കും അവർ തമ്മിലുള്ള ഉണരലും കൂടിച്ചേരലും കഴിഞ്ഞ് അതിൻ്റെ ഫലമായി വരുന്ന കുഞ്ഞ് വരുമ്പോഴേക്കും അവരുടെ അധികാരം, അവർ തങ്ങളിൽ നിന്ന് പിരിഞ്ഞുണ്ടായ കുഞ്ഞ് അതിന് പേരിടാൻ ഞങ്ങളാണ്, അതിന് നാമം കൊടുക്കേണ്ടത് ഞങ്ങളാണ്, അതിനെ വളർത്തുന്നത് ഞങ്ങളാണ് എന്നൊക്കെയുള്ള ആ ധൃതിയും തിടുക്കവും അവരെ എത്തിച്ചത് അള്ളാഹുവിനോട് പേരോ നാമമോ അന്വേഷിക്കാനുള്ള സാവകാശം കാണിക്കാത്ത നിലയിലേക്കാണ്. അതിനാൽ തന്നെ അപകടം സംഭവിച്ചു എന്ന് അള്ളാഹു തആല പറയുന്നത്. ആദം നബി എന്ന പിതാവിനും ഹവ്വ എന്ന ഉമ്മക്കും പറ്റിയ അമളിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന കുടുംബ ചരിത്രം. മക്കളുണ്ടായാൽ പിന്നെ ഈ മക്കൾക്കാണ് ബന്ധം. മക്കൾക്ക് മാതാവായി, മക്കൾക്ക് പിതാവായി. മാതാവിൻ്റെ കുടുംബം മാതൃകുടുംബം, പിതാവിൻ്റെ കുടുംബം പിതൃകുടുംബം. മാതൃകുടുംബവും പിതൃകുടുംബവും. മാതൃകുടുംബത്തിനും പിതൃകുടുംബത്തിനും നേർവഴിയുണ്ട്. അതിൻ്റെ ഉസൂല് മാതാവിൻ്റെ 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 മാതാവ്, മാതാവിൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ മാതാവ്, ഇങ്ങനെ മാതാവ് പിതാവ് മാതാവ് പിതാവ് എന്ന് പറയുന്ന ബന്ധങ്ങളൊക്കെ അടിസ്ഥാനപരമായി നേരെ റൂട്ടാണ്. ആ റൂട്ടിനപ്പുറം അവർക്ക് ബന്ധങ്ങളുണ്ട്. സഹോദരന്മാർ, സഹോദരിമാർ, സഹോദരന്മാരുടെ കുടുംബങ്ങൾ, സഹോദരിമാരുടെ കുടുംബങ്ങൾ, ഇങ്ങനെ തറവാടുകൾ നേർക്കുനേരെയും രണ്ട് പാർശ്വങ്ങളിലായിക്കൊണ്ടും അങ്ങനെ വളരുകയാണ്. ഇതാണ് മഹാകുടുംബം. ഇങ്ങനെ കുടുംബമായി വളർന്നതാണ് മനുഷ്യ മക്കളൊക്കെ. അതിലിടയ്ക്ക് ഏതെങ്കിലും ബാപ്പാന്റെ പേരിട്ടുമ്പോൾ ആ ബാപ്പാന്റെ മക്കള്, ആ ബാപ്പാന്റെ പേരക്കുട്ടികൾ എന്നുള്ള നിൽക്കുന്ന മാറും. അവരെവിടെയെങ്കിലും ഒരു നാട്ടിൽ പോയി പാർത്താ, ഒരു ഇല്ലിക്ക പാർത്താ, ഇല്ലിക്കൽ എന്നുള്ള കുടുംബം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുടുംബ പേരുകളൊക്കെ മാറുന്നത്. ഇങ്ങനെ വലിയ കുടുംബമായി മാറുകയാണ്. ഈ കുടുംബത്തോടൊപ്പം നസബം വസിഹ്റ, വീണ്ടും ഇവർക്കൊക്കെ ആണാണെങ്കിൽ പെണ്ണ് വേണമല്ലോ, പെണ്ണാണെങ്കിൽ ആണ് വേണമല്ലോ.
അപ്പോൾ പെണ്ണ് കുടുംബങ്ങൾ വീണ്ടും വിവാഹത്തിൻ്റെ പേരിൽ വരുന്ന കുടുംബങ്ങൾ വീണ്ടും കൂടുകയാണ്. വൈവാഹിക കുടുംബം, വിവാഹ ബന്ധുക്കൾ, നമ്മളവരെ ബന്ധുക്കൾ എന്നറിയും, തറവാട്ടുകാരെ കുടുംബങ്ങൾ എന്നറിയും. കുടുംബങ്ങളും ബന്ധുക്കളുമായി വികസിക്കുകയാണ്. ഇതാണ് കുടുംബചരിത്രം. ഈ കുടുംബ ബന്ധങ്ങളെയൊക്കെ ഗണിശമായും വിവരിച്ച് ഓരോ കുടുംബത്തിൻ്റെയും അടുപ്പവും ഓരോന്നിനോടുമുള്ള ബന്ധവും ഓരോന്നിനോടുള്ള കടപ്പാടും വ്യക്തമായി രേഖപ്പെടുത്തിയ വിവരങ്ങളാണ് നമുക്ക് ഇസ്ലാം നൽകുന്നത്. നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾ റസൂലുള്ളാഹിന്റെ ഉപദേശത്തിൽ നോക്കൂ. ഉമ്മയും ബാപ്പയും വന്നാൽ ആരെയാണ് ആദ്യം ഗൗനിക്കേണ്ടത്, എങ്ങനെയാണ് ഗൗനിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം, ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് എന്ന് ഒരു സ്വഹാബി വരെ ചോദിക്കുമ്പോൾ നബി പറയുന്നത് ഉമ്മക്ക്, നിന്റെ ഉമ്മയോടാണ് നീ നല്ല നിലക്ക് പെരുമാറേണ്ടത്. ഉമ്മക്ക്, നിന്റെ ഉമ്മയോടാണ് നീ നല്ല നിലക്ക് പെരുമാറേണ്ടത്. പിന്നെ ആരോടാണ് നീ, പിന്നെയും സ്വഹാബി ചോദിക്കുമ്പോൾ ഉമ്മക്ക്, നിന്റെ ഉമ്മയോടാണ് നീ പെരുമാറേണ്ടത്. പിന്നെയും പിന്നാരോടാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മക്ക്, നിന്റെ ഉമ്മയോടാണ് പെരുമാറേണ്ടത്. പിന്നെയും ചോദിക്കുമ്പോഴാണ് നിന്റെ ബാപ്പയോട് എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇത് വല്ലാത്തൊരു ഉപദേശമല്ലേ? പിന്നെ ആരോട് എന്ന് ചോദിക്കുമ്പോൾ ആ പിന്നെ നബി ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും 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 നിന്റെ ഉമ്മയെ നോക്കിക്കഴിഞ്ഞ ശേഷം, ആ ഉമ്മയോടുള്ള ബന്ധം കഴിഞ്ഞ ശേഷമാണ് പിതാവിനോടുള്ള ഏറ്റവും മുന്തിയ ബന്ധം. പേടി നമുക്ക് പിതാവിനെയാണ്, സംരക്ഷണം പിതാവാണ്. മാതാപിതാക്കൾ രണ്ടും അസലാണ്. നമ്മുടെ വളർത്തുന്നതിൽ എല്ലാവരും വേണം. പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന അതാണ് ശരി. പക്ഷേ മാതാവും പിതാവും ഒത്തുചേരുമ്പോൾ അവരുടെ ഏറ്റവും ബന്ധമുള്ള ആളാരാണ്, ഏറ്റവും കടപ്പാടുള്ള ആരാണ് എന്ന ബന്ധം മുതൽക്ക് അടുത്ത കുടുംബങ്ങൾ, അകന്ന കുടുംബങ്ങൾ, അതിനടുത്ത കുടുംബങ്ങൾ, പിന്നീട് അകന്ന കുടുംബങ്ങൾ, ഈ രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാം കുടുംബ വ്യവസ്ഥിതിയെ, കുടുംബ ശൃംഖലയെ വളരെ വിശാലമായി പരിചയപ്പെടുത്തുകയും അവിടെയൊക്കെ നിയമങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടവരും പരിപാലിക്കേണ്ടവരുമാണ് നമ്മൾ. ബാപ്പായും ഉമ്മായും മറ്റെല്ലാവരും നമുക്ക് വേണം. മുതിർന്നവർ വേണം, വയസ്സിൽ മൂത്തവർ വേണം, അനുഭവത്തിൽ മൂത്തവർ വേണം, നാട്ടുകാർ വേണം, നാട്ടുപ്രമാണികൾ വേണം, കാര്യപ്പെട്ടവർ വേണം, മഹല്ല് സംവിധാനം വേണം. ഒക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, ഭൗതിക ആവശ്യങ്ങൾ വേണ്ടി വരുമ്പോൾ നമുക്ക് കാലിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ മഹല്ലിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ കമ്മിറ്റിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം മാത്രമല്ലല്ലോ അള്ളാഹുവിന്റെ ദീൻ പറയാണെന്ന് വെച്ചാൽ, ആരോടൊക്കെ നമ്മൾ കടപ്പെട്ടവരാണോ ബന്ധപ്പെട്ടവരാണോ ആ ബന്ധങ്ങൾക്കനുസരിച്ചായിരിക്കണം ജീവിതമുടനീളം അവർ തമ്മിലുള്ള ബന്ധങ്ങൾ പുലർത്തേണ്ടത്, അവർ തമ്മിലുള്ള ഐക്യപ്പെടേണ്ടത്. ഈ രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഇങ്ങനെ നബി പഠിപ്പിച്ച മാതിരി ജീവിച്ചാൽ നല്ല തിരുമധുരം തന്നെ ഈ കുടുംബ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. തിരുമധുരത്തെ നമുക്ക് ആസ്വദിക്കാം. നബിയുടെ പാഠങ്ങൾ, നബിയുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. നബി നൽകുന്ന ഉപദേശങ്ങളാണ് തിരുമധുരം. ആ മധുരത്തിനനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, ആ മധുരം നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മൾ ആകമാനം നമ്മുടെ ജീവിതത്തിലാകെ പരിരസിപ്പിച്ചാൽ, അതിലാകെ നമ്മൾ പൂശിയാൽ, ആ സമയത്ത് നമുക്ക് മധുരം ആസ്വദിക്കാൻ കുടുംബ ജീവിതത്തിൽ സാധിക്കും. എവിടെയും സാധിക്കും, വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് വേണ്ട അറിവുകൾ നൽകിയവർ. അള്ളാഹു താലാനെ നമ്മൾ കാണുന്നില്ലല്ലോ. കാണാത്ത അള്ളാഹുവിനെ കുറിച്ച് വിവരം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ നമ്മൾ ബന്ധിക്കുന്നില്ലല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ബന്ധിക്കുന്നുള്ളൂ. അപ്പോഴും വായോണ്ട് മാത്രം, മനസ്സുകൊണ്ട് മാത്രമേ ഉള്ളൂ, കണ്ണുകൊണ്ടില്ല. നമ്മൾ കാണുന്നത് മുഴുവൻ കാണുന്ന ആളുകളെയാണ്, കാണുന്ന ആദരണീയർ. ഈ ആദരണീയരെല്ലാം നമ്മൾ എടുത്താൽ അവസാനം ചെന്നെത്തുക കാണപ്പെടുന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനിയിലാണ്. ആ തിരുമേനിയിൽ നിന്ന് പരിലസിച്ചു വന്ന, ആ തിരുമേനിയിൽ നിന്ന് പ്രസരിച്ചു വന്ന, ആ തിരുമേനിയിൽ നിന്ന് പ്രവഹിച്ചു വന്ന അവിടുത്തെ മധുരമുള്ള ഉപദേശങ്ങളാണ് നമുക്ക് നൽകപ്പെടുന്നതെങ്കിൽ അത് നൽകുന്നവരെല്ലാം തിരുനബിയുടെ പ്രതിനിധികളാണ്, തിരുനബിയുടെ നായിബുകളാണ്, തിരുനബിയുടെ ഖലീഫമാരാണ്. ഗുരുവര്യന്മാർ അങ്ങനെയാണ്, നമ്മുടെ നേരിട്ടുള്ള ഉസ്താദുമാരെങ്ങനെയാണ്, ഉസ്താദുമാരുടെ ഉസ്താദുമാരെങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ബന്ധങ്ങളല്ലേ?
ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ബന്ധങ്ങളല്ലേ, കണക്കിലെടുക്കേണ്ട ബന്ധങ്ങളല്ലേ. ആ ബന്ധങ്ങളൊക്കെയും വരുമ്പോഴാണ്, അതൊക്കെയും ചിട്ടയോടുകൂടെ പാലിക്കുമ്പോഴാണ്, അതൊക്കെയും ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ശരിയായ നല്ല കുടുംബമായി അള്ളാഹു നമ്മെക്കൊണ്ട് ഉദ്ദേശിച്ച തരത്തിൽ വിവക്ഷിച്ച തരത്തിലുള്ള കുടുംബങ്ങളായി വരികയുള്ളൂ. അതിനു വേണ്ടുന്ന ഉപദേശങ്ങളും പാഠങ്ങളും എവിടെ നിന്ന് കേട്ടാലും നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ കേട്ടതുപോലെ 63 തിരുചരിതത്തിൻ്റെ സംഭാഷണങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ, ഇതിൻ്റെ ഭാഗമായി നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ നോക്കിയാൽ കിട്ടും. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഞാനിതിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിത് പ്രത്യേകം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുചരിതം നമ്മൾ കേട്ടാലും തീരില്ല, കേട്ടാലും മതിയാവില്ല, കേട്ടാലും പൂർണ്ണമാവില്ല. ഓരോ കേൾവിയിലും നമ്മൾ പുതുതായി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു കൊച്ചുകുട്ടിയുടെ റബീഉൽ അവ്വലിന് മദ്രസാ പ്രസംഗത്തെ നമ്മൾ ശ്രദ്ധിച്ചാലും അതിൻ്റെ മുൻപ് കേൾക്കാത്ത എന്തെങ്കിലും ചെറിയ പോയിന്റുകൾ ചിലപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ അറിവിൻ്റെ മേഖല വികസിക്കും. ചെറിയൊരു ബിന്ദു കിട്ടിയാൽ അറിവിൻ്റെ വലിയ വാതായനങ്ങൾ തുറക്കപ്പെടാൻ പറ്റുന്ന വിധത്തിലുണ്ടാകും ആളുകൾ. അപ്പം കേട്ട ചരിത്രങ്ങളാണെങ്കിലും ത്വായിഫിലേക്കുള്ള യാത്ര, അത് കാണുമ്പോൾ ത്വായിഫിലേക്കുള്ള യാത്ര നമ്മൾ പുസ്തകത്തിൽ പഠിച്ചാൽ എങ്ങനെ ചെയ്യാൻ പറ്റൂല. അതിൽ പുസ്തകത്തിൽ പഠിച്ചതിലോ ഓർമ്മ തെറ്റോ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചതിലോ എവിടെയെങ്കിലും ശരികേടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ശുദ്ധന്മാരിൽ നിന്ന്, അറിവാളന്മാരിൽ നിന്ന് കേൾക്കണം. ഉത്തരവാദപ്പെട്ട അറിവാളന്മാർ പ്രമാണയോഗ്യമായ കിതാബ് നോക്കിക്കൊണ്ട് ഉത്തരവാദിത്വപൂർവ്വം ദാറുസുന്നയുടെ മേൽത്തോട്ടത്തിൽ നടത്തി വരുന്ന പ്രഭാഷണങ്ങൾ എന്ന നിലക്ക് തന്നെ പണ്ഡിതോചിതമായി നിൽക്കുന്ന പ്രഭാഷണങ്ങളായി നിങ്ങളത് കേൾക്കണം, പഠിക്കണം. മറ്റു 2 ആഴ്ചയിലെ മറ്റു 2 ദിവസങ്ങൾ, അതേ ദിവസം ശനി ചൊവ്വ ദിവസങ്ങൾ. അപ്പൊ ആഴ്ചയിലെ 4 ദിവസം നമുക്ക് തിരുമധുരത്തിന്റെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് മുബാറക്കിന്റെ പരിപാടികൾ കുറഞ്ഞ സമയമാണെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന, സഹിക്കാൻ പറ്റുന്ന സമയം. എന്നാലും അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന മനസ്സിന് ഒരു വിലയുണ്ട്. നബിനെയാണല്ലോ കേൾക്കാൻ, നബിന്റെ പദാനം കേൾക്കാനാണല്ലോ, നബിന്റെ മദ്ഹ് കേൾക്കാനാണല്ലോ നമ്മളപ്പോൾ സമയം ചെലവഴിക്കുന്നത്. ആ മനസ്സിന് അള്ളാഹുവിൻ്റെ റസൂലുമായൊരു ആത്മബന്ധമുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി. അവന്റെ ഇച്ഛ, തടി ആവശ്യപ്പെടുന്ന ഇച്ഛ ഞാൻ കൊണ്ടുവന്ന ശരീഅത്തായി മാറണം, ഞാൻ കൊണ്ടുവന്ന നിയമമായി മാറണം, ഞാൻ കൊണ്ടുവന്നതായി മാറണം. ഞാൻ എന്താണോ കൊണ്ടുവന്നത് അതാകണം അവന്റെ തടിയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഇച്ഛ. ഹവ എന്നത് മനുഷ്യനെ പിഴപ്പിക്കുന്ന തടിയിച്ഛകൾക്കാ പറയാം, സ്വാർത്ഥ ചിന്തകൾ. ഈ സ്വാർത്ഥ ചിന്തയായി മനുഷ്യന്റെ ചിന്തയിൽ ഉരുത്തിരിയുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾ നബിയെ നമ്മൾ ആത്മാവായി, നബിയുടെ നമ്മൾ ആത്മാവിൽ പ്രതിഷ്ഠിച്ച് നമ്മുടെ ജീവാത്മാവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ നമ്മൾ ഉൾക്കൊണ്ടാൽ, നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ ആവഹിച്ചാൽ നബിയാകും, നബി കൊണ്ടുവന്നതാകും, നബിയുടെ ഇസ്ലാമിക ശരീഅത്തുമാകും നമ്മുടെ താല്പര്യം, സ്വന്തം താല്പര്യം, സ്വാർത്ഥ താല്പര്യം. സ്വാർത്ഥാന്ന് അവിടെ കൊടുക്കാൻ പാടില്ല, അവന്റെ ഇച്ഛ അതാകും. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾ മൂമിനാകുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നെങ്കിൽ നബിയെ നമ്മൾ എങ്ങനെ പഠിക്കണം, നബിയെ നമ്മൾ എങ്ങനെ വായിക്കണം, നബിയെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം, നബിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, ആ തിരുമധുരത്തിൽ നിന്ന് ഉത്ഭൂതമായ തിരുമധുരം തന്നെ നമ്മുടെ ജീവിതത്തിലാകെ ആസ്വദിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും കൈപ്പേറിയ അനുഭവങ്ങൾ കുടുംബ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാതിരിക്കട്ടെ. പരീക്ഷാർത്ഥം അള്ളാഹുവിൽ നിന്ന് എന്തോ എന്നാലും ആ സമയത്ത് ചിന്തയുടെയും വിചാരത്തിന്റെയും മധുരതരമായ ഓർമ്മകൾ കൊണ്ട്, മധുരതരമായ ചിന്തകൾ കൊണ്ട് ആ കയ്പിനെ മധുരമാക്കി മാറ്റാൻ, പരലോകത്ത് മധുരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന്യനായ ഹജ്ജത്തുൽ ഉലമ നജീബ് ഉസ്താദ് അവറുകളെ, മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിതരെ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ പരിപാടിയുടെ, അതേപോലെ തന്നെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ദീനി
ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തെ നയിക്കേണ്ട ഉപദേശത്തോടു കൂടി ബഹുമാനപ്പെട്ടവര് ഉദ്ഘാടന പ്രസംഗം നടത്തി. ഇനി അതിൻ്റെ മേലെ സംസാരിക്കുന്നത് അത്ര ശരിയല്ല. തന്നെയുമല്ല, നജീബ് ഉസ്താദ് ഇരിക്കുന്ന വേദിയിൽ ഞാൻ അധികം സംസാരിക്കാറുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല. പിന്നെ ഉസ്താദ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം പറയാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് ഈ കുടുംബ സംഗമം നടത്തുന്ന സമയത്ത് 2 ആശയങ്ങൾ തമ്മിലുള്ള സംഘടന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഒരു കുടുംബ സംഗമം നടത്തുന്നത്. ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട ദൈവിക ഉപദേശങ്ങളോടുകൂടി പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിക കൾച്ചറോടുകൂടിയുള്ള ഇസ്ലാമിക സംസ്കാരത്തോടുകൂടിയുള്ള ഒരു ആശയവും, മറിച്ച് ഇന്ന് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയും അതേപോലെ തന്നെ മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരവും. ഞാനിങ്ങനെ പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾക്ക്, ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആശയം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് ഞാൻ രണ്ടാമത് പറഞ്ഞ ആശയം ഇതിലൊരു 75% ആളുകൾക്കും അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും കഴിയില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഇസ്ലാമിക കൾച്ചറോടുകൂടി, ഒരു ഇസ്ലാമിക സംസ്കാരത്തോടു കൂടിയുള്ള ഒരു കുടുംബ ജീവിതത്തിലാണ് നമ്മൾ, അതുപോലെ പ്രദേശത്തുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇവിടെ നിന്ന് ഈ മലബാർ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തെക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു പ്രത്യേക സംസ്കാരം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഞാനൊരു അഭിഭാഷകൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഓഫീസിൽ ഒരു 4-5 കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. ജൂനിയർ ആയിക്കൊണ്ട് അവർ അഭിഭാഷകരായി പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അതില് ആ കുട്ടികൾ മാത്രമല്ല, കേരള ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന ഏകദേശം 90% പെൺകുട്ടികളും 30 വയസ്സിന്, അതായത് 2000-ന് ശേഷം ജനിച്ച കുട്ടികളിൽ കല്യാണം കഴിക്കാത്തവരാണ്. ഒരു 30-32 വയസ്സായ കുട്ടികൾ പോലും വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ട് കുടുംബജീവിതവുമായി മുന്നോട്ട് പോകാത്ത ആളുകളാണ്. അവരോടൊരിക്കൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഞങ്ങളെ നാട്ടിലൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കല്യാണം ആലോചിക്കും. ഈ 30-32 വയസ്സ് വരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കാതെ ജീവിക്കും. നിങ്ങളെ വീട്ടിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് സമ്മർദ്ദം വരുത്താറില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സർ, എന്തിന് വെറുതെ ഒരു ഭാരം ഞങ്ങൾ എടുത്തു വെക്കണം? ഞങ്ങൾ സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഞങ്ങൾക്കുണ്ട്, സാമ്പത്തികമായ ശേഷി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ആരോടും ചോദിക്കാതെ എങ്ങോട്ടും പോകാം. ഇനി ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് ഞങ്ങൾ കുറെ കുട്ടികളെയും പ്രസവിച്ച് ഒരാളുടെ സമ്മതത്തിന് വേണ്ടി കാത്തുനിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എന്തിന് ഞങ്ങൾ പോകണം എന്നാണ് അവർ ചോദിക്കുന്നത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പിന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ യാതൊരു തടസ്സവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള കുട്ടികളാണ് അവർ. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ പെൺകുട്ടികളൊക്കെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ശരീരം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, നമ്മൾ എങ്ങനെ നടക്കണം എന്നൊക്കെ നമ്മുടെ ചോയ്സാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ, മറ്റു സംസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സംസ്കാരം നമ്മളെ കുടുംബങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കോളേജുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അവർക്കനുസരിച്ചുകൊണ്ട് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് എന്തും ചെയ്യാൻ അവർക്ക് കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംസ്കാരമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ ചിന്താഗതിയിലാണ് മാറ്റം. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ MDMA അതേപോലെ തന്നെ മയക്കുമരുന്നുകളും ഒക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്.
ക്രിമിനൽ വാസനകൾ യുവാക്കളുടെ മനസ്സിൽ എന്തും ചെയ്യാൻ മടിക്കാതെ, മൃഗീയം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ മറ്റൊരു ജീവിയെയോ കൊല്ലുന്നത് അതിന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദ്ദേശവുമില്ലാതെ ആനന്ദത്തിന് വേണ്ടിയൊക്കെ അക്രമാത്സുകമായി ആളുകളെ കൊല്ലുന്ന തരത്തിലേക്കുള്ള ഒരു ക്രിമിനൽ മൈൻഡോടുകൂടി ജീവിക്കുന്ന യുവാക്കള്, ഒരു പ്രത്യേക ഒരു സംസ്കാരമാണ് ഇനി വളർന്നു വരാനിരിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് യൂറോപ്പൊക്കെ ഒഴിവാക്കിയ സംസ്കാരം. യൂറോപ്യൻ നാടുകളിലൊക്കെ കുടുംബജീവിതത്തോടെ ഒരു സെറ്റപ്പിലല്ലായിരുന്നു പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്നത്. 90കളിലും 80കളിലും ഒക്കെ അവിടെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ സ്വതന്ത്രമായി ഒരു കുട്ടി 18 15 20 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായുള്ള ഇഷ്ടം നോക്കി പോകുന്ന തരത്തിലേക്കുള്ള സംസ്കാരമായിരുന്നു പണ്ട് യൂറോപ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് യൂറോപ്പ് അങ്ങനെയല്ല. ഇന്ന് യൂറോപ്പും അമേരിക്കയും ഒക്കെ മാറി കുടുംബജീവിതത്തിലും ആത്മീയതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടക്കൂടിൽ, ഏത് മതമാവട്ടെ, മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു. പക്ഷെ നമ്മൾ അതിൽ നിന്ന് തിരിച്ചു നടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഇതുപോലുള്ള കുടുംബയോഗങ്ങൾ, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു കുടുംബം ഒരു കൈപ്പേറിയ അനുഭവത്തിൽ ഒരു കുടുംബമല്ല. നിങ്ങളൊന്ന് നോക്കൂ, ഇന്ന് നമ്മുടെ ഓരോ ആളുകളുടെയും ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മളെ കുടുംബത്തിൽ ഒരു സഹോദരൻ മറ്റു സഹോദരനോട് മിണ്ടുന്നില്ല, മറ്റൊരു സഹോദരന് നല്ല അനുഭവങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ അതിൽ അസൂയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തോട് വെറുപ്പ് കാണിക്കുന്നു. അങ്ങനെ അയൽവാസികൾ തമ്മിൽ അടുപ്പമില്ലാത്ത രീതിയിലാകുന്നു. അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരത്തോടു കൂടിയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു സംസ്കാരത്തിൽ നിന്ന് മാറ്റം വരുത്തി നമ്മൾ കുടുംബജീവിതം ഇസ്ലാമിക ചട്ടക്കൂടിൽ നിർത്തിക്കൊണ്ട് പ്രവാചകന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് എന്നുണ്ടാവുന്നോ അന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അന്ന് മാത്രമേ ആത്മഹത്യകൾ കുറയാൻ കഴിയുള്ളൂ. അന്ന് മാത്രമേ നമ്മുടെ മൃഗീയമായ സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യനായി കാണാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. ഇനി നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ, നമ്മൾ ജീവിച്ചു വന്നിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ രക്ഷിതാക്കളെയും അയൽവാസികളെയും നാട്ടിലുള്ള പ്രമാണിമാരെയും ഒക്കെ പേടിയുണ്ടായിരുന്നു. രക്ഷിതാവ് ചോദിക്കുമെന്നുള്ള ഒരു പേടി കൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവരൊരു വേഷവിധാനത്തിൽ മാറ്റം വരുത്തി രക്ഷിതാവ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വേഷവിധാനമാണെങ്കിൽ അതുമായി പുറത്തിറങ്ങാൻ അവർക്ക് പേടിയായിരുന്നു. രക്ഷിതാവ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് അവർ പോകുമെങ്കിൽ, ചീത്ത പറയുമെന്ന പേടിയുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിനി മാതാപിതാക്കളോട്, ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളോടുള്ള കടമകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആപ്പിളും ആമസോണും അതേപോലെ തന്നെ ഗൂഗിളുമായിട്ടുള്ള കണക്ഷനാണ്, അവരുടെ കടപ്പാടുകളാണ് ഇനി കൂടുതലും വരാനിരിക്കുന്നത്. ഡിവൈസിന്റെ യോഗ കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് മൊബൈൽ യുഗത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് റോബോട്ടിക് യുഗത്തിലേക്കാണ്. എല്ലാ കാലഘട്ടത്തിലും റോബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് വികാരമുള്ള ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ തന്നെ പെരുമാറാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന റോബോട്ടുകളാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾക്കും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും ഈ ഡിവൈസുകളുമായി അവർ അഗേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് ഓഫാക്കി ഒരു 2 ദിവസം നമ്മുടെ യുവാക്കൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇന്റർനെറ്റ് ഒക്കെ എല്ലാം ഓഫായി ഒരു 2 ദിവസം ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിച്ചാൽ പല അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കും. അവർ ഗൂഗിളിനോടും ആമസോണിനോടും ആപ്പിളിനോടുമുള്ള കടപ്പാട് നമ്മുടെ രക്ഷിതാക്കളോടുള്ള ഇല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഇസ്ലാമിക സംസ്കാരം വളർത്തിയെടുക്കുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുടുംബം, നെഗറ്റീവായി ചിന്തിക്കാത്ത ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയായാൽ മാത്രമേ മയക്കുമരുന്നുകളും അക്രമങ്ങളും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു
കാലഘട്ടം തിരിച്ചു വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഓരോരുത്തർക്കും അതിനുള്ള കടപ്പാടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹാളിലിരിക്കുന്ന ആളുകൾക്ക് മറുവശത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മളങ്ങനെ ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കൂടെ ജീവിക്കുന്ന സമൂഹത്തിലെ മറ്റാളുകളെയും ആ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള ശ്രമം പിന്നെ ഇതുപോലുള്ള കുടുംബയോഗങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ റബ്ബ് നമ്മുടെ മക്കളെ, വരുന്ന തലമുറയെ ഈ പറയപ്പെടുന്ന ദൂഷ്യകർമ്മങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് മതപരമായ ചുറ്റുപാടുകൾക്കനുസരിച്ച് ജീവിക്കാനുള്ള കഴിവും ആഫിയത്തും സാഹചര്യവും അന്തരീക്ഷവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.